തന്റെ വീടിനകത്തിരുന്ന അവസാനത്തെ ദിർഹവും ബോധം വന്നപ്പോ നബിതങ്ങൾ പറഞ്ഞു, ആയിഷ ഇന്ന സ്ഥലത്ത് കുറച്ചു ദിർഹം ഇരിക്കുന്നുണ്ട്, എടുത്തുകൊണ്ട് ഓടിവാ ആയിഷ. ആയിഷ ബീബി റളിയല്ലാഹു തആല ആ ദിർഹം കൊണ്ടുകൊടുത്തപ്പോ നബിതങ്ങൾ കരഞ്ഞടോ. തന്റെ കയ്യിൽ വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയുകയാ. എന്തേ നബിയെ കരയുന്നത്? ഇതെന്റെ വീടിനകത്തിരിക്കുന്ന സമയത്താണ് എന്റെ കണ്ണടയുന്നെങ്കിൽ ഞാൻ അള്ളാഹിനോട് എന്തു പറയും? ആയിഷ, നീ എത്രയും പെട്ടെന്ന് പാപങ്ങൾ കൊണ്ടുകൊടു. തന്റെ വീടിനകത്തിരുന്ന അവസാനത്തെ ദിർഹവും പാപങ്ങൾക്ക് കൊടുത്ത നബിതങ്ങൾ. ആ നബിതങ്ങളാണ് പിറ്റേ ദിവസം അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് വന്നിട്ട് റൂഹ് പിടിക്കുമ്പോ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, അസ്റായിലെ ഒന്ന് പതുക്കെ പിടിക്കുവോ? അസ്റായിലെ എനിക്ക് വേദനിക്കുന്നു, അസ്റായിലെ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, അസ്റായിലെ ഒന്ന് പതുക്കെ പിടിക്കുവോ? അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് കരഞ്ഞുകൊണ്ട് പറയുകയാ, ഇതിനെക്കാളും മയമായി പിടിക്കാൻ എനിക്കറിയില്ല നബിയെ. സഹോദര, നബിതങ്ങൾ എഴുന്നേക്കും, തിരിഞ്ഞും മറിഞ്ഞും കിടക്കും. പാത്രത്തിനകത്ത് നിന്ന് വെള്ളം കോരിയിട്ട് നബിതങ്ങൾ മുഖത്തൊഴിക്കും. മരണത്തിന്റെ വേദന താങ്ങാൻ പറ്റാതെ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ മുത്തുനബി മരണത്തിന്റെ വേദന സഹിക്കാൻ പറ്റാതെ കരഞ്ഞെങ്കിൽ ഞാനും നിങ്ങളും ഒരു ദിവസം ആ മരണത്തെ നേരിടേണ്ടവരാ. എന്തുണ്ട് നമ്മുടെ കയ്യിൽ?